ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മളിവിടെ വന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വാദി അൽ ഷൗക്ക. ഓക്കെ, അവിടെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഷാർജയിൽ നിന്ന് ഒരു 1 hour ഡ്രൈവാണ് വാദി അൽ ഷൗക്ക ഉള്ളത്. റാസൽ ഖൈമയിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ പിന്നെ എന്താ പറയുക, ചെറിയ വണ്ടിയിലായാലും 4 വീലായാലും നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും. നന്നായിട്ട് ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ, ഹൈക്കിങ് ചെയ്യാൻ പറ്റിയ, ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഡെസ്റ്റിനേഷനാണ്. സാലിമ, ഹലോ കൂട്ടുകാരെ പറഞ്ഞു. ഹലോ കൂട്ടുകാരെ സുഖാണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വാദി അൽ ഷൗക്കത്തെ എന്താ പറയുക, കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വിൻ്റർ സമയത്ത് ക്യാമ്പിങ്ങിനൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് മുവേലി ഷാർജയിൽ നിന്നാണ്. മുവേലി ഷാർജയിൽ നിന്ന് നമ്മൾ ആക്ച്വലി റാസൽ ഖൈമയുടെ ടൗണെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വാദി അൽ ഷൗക്കയുടെ ആ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. നമുക്കറിയാം, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ചുറ്റും മലകളാണ്. ഇതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകളടക്കം നമ്മുടെ പണ്ടത്തെ നാട്ടിലത്തെ മരത്തിൻ്റെ പോസ്റ്റുകളാണ്. ഇലക്ട്രിക് ലൈൻസ് പോണ പോസ്റ്റുകളുണ്ടല്ലോ, അതടക്കം മരത്തിൻ്റെയാണ്. നമുക്ക് വഴി കൂടെ പോകുമ്പോൾ പിന്നെ ഒട്ടകങ്ങളൊക്കെ ആണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം, റോഡിന് നടുവിലൊക്കെ ഒട്ടകങ്ങളുണ്ടാവും, സൂക്ഷിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. നിങ്ങൾക്ക് ഗൂഗിൾ വാദി അൽ ഷൗക്ക ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോവുക. പിന്നെ കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയി നല്ല ഗ്രീനറി, നല്ല മലകളുടെ ഇടയിൽ കൂടെയുള്ള കാറുകൊണ്ടുള്ള യാത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ വാദി അൽ ഷൗക്കയുടെ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. താഴോട്ട് ഒരു കുത്തനെ, നമ്മൾ വണ്ടി ഒരു കുത്തനെ താഴോട്ട് ഇറക്കിയിട്ട് വേണം ഇതിൻ്റെ പാർക്കിങ്ങിലോട്ട് എത്താൻ. അപ്പോൾ മലയുടെ താഴെയാണ് ഈ പാർക്കിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ ഒരു 12 മണിക്കൊക്കെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓൾറെഡി ഒരുവിധം കുറേ ആളുകളൊക്കെ വന്നിട്ട് ക്യാമ്പിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ തുടങ്ങി, ടെൻറ്റൊക്കെ വെച്ച് ക്യാമ്പിങ് സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ചിലവരൊക്കെ തലേ ദിവസം വന്ന് പിന്നെ ക്യാമ്പിങ് സെറ്റാക്കിയ ആളുകളുണ്ടാവാം. എന്തായാലും ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വന്നു. ഞങ്ങൾ എന്തായാലും ഇവിടെ ഒന്നും ടെൻറ്റ് അടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ചെറിയതായിട്ട് കടകളൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പാർക്ക് ചെയ്യണമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. നല്ല കല്ലുകളൊക്കെ ഉള്ള ഏരിയയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റാണ്. ആക്ച്വലി ഞങ്ങളിതൊരു 1 വീക്ക് ബിഫോർ പോയ വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ 1 വീക്ക് ബിഫോർ പോയതാണ്. നല്ല മലകൾ, നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഏരിയ, കുട്ടികൾ കളിക്കാനും നല്ല ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ബിസി ലൈഫിൽ നിന്നൊക്കെ ഇങ്ങോട്ടൊക്കെ ഒരു യാത്ര, ആക്ച്വലി മൂവിയിൽ നിന്നും ഒക്കെ ഒരു 1 hour ഡ്രൈവേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് മുകളിലോട്ട് കയറിയപ്പോൾ അവിടെ ഒരു ചെറിയ പാർക്കും ഫെസിലിറ്റീസും ഉണ്ട്, ടോയ്ലറ്റ്സും ഫെസിലിറ്റീസും ഉണ്ട്. കുട്ടികൾക്കുള്ള പാർക്കിൽ അത്യാവശ്യം കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തണുത്ത കാറ്റുണ്ടായിരുന്നു. ഇന്ന് വല്ലാത്ത തണുപ്പുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ച സമയമാകാനും വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു. പാർക്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് മുകളിലോട്ടൊരു സ്റ്റെപ്പ് കയറാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതിങ്ങനെ കയറി പോകണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിൻ്റെ 2 സൈഡിലായിട്ടും എന്താ പറയുക, ഈ ഗ്രില്ല് ചെയ്യാനുള്ള ഏരിയ, ഒരു സൈഡിൽ ഗ്രില്ല് ചെയ്യാനുള്ള ഏരിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ മണ്ണ്, അവിടെ നമുക്ക് ടെൻറ്റൊക്കെ അടിക്കാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുകളിലോട്ട് കയറി പോവാണ്. അപ്പോൾ ഓരോ മുകളിൽ കയറിപ്പോഴും 2 സൈഡിലായിട്ട് ഈ നമുക്ക് ക്യാമ്പിങ് ചെയ്യാനുള്ള ഏരിയാസ്, മണ്ണിൻ്റെ ഏരിയാസ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാം. അവിടെ ഇരിക്കാനുള്ള ബെഞ്ചും സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുകളിലെത്തിയിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴുള്ള കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെവലായിട്ടാണ് അവരിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഫുള്ള് മുകളിലോട്ട് കയറി പോവാണ്. എന്താണ് മുകളിൽ നിന്ന് കാണില്ല. അപ്പോൾ മുകളിലോട്ട് കയറിയിട്ട് ഫുൾ എത്തിക്കഴിഞ്ഞപ്പോൾ 2 സൈഡിൽ റോഡാണ് കാണുന്നത്. അപ്പോൾ റോഡിലൂടെ അങ്ങ് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച് വീണ്ടും താഴോട്ട് ഒന്നും കൂടി ഇറങ്ങാം. ഈ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ആ പാർക്കും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, മലയുടെ ചുവട്ടിലൊരു പാർക്കും നല്ല ഗ്രീനറീസും നല്ല ക്ലൈമറ്റും ആണല്ലോ ഇപ്പോൾ. അപ്പോൾ ശരിക്കും ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണിത്. ഇവിടെ നമുക്ക് ക്യാമ്പിങ് ചെയ്യാം, ഹൈക്കിങ് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, റണ്ണിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വരാം. പിന്നെ ഇവിടെ നന്നായിട്ട് ഉയരത്തിലോട്ട് പോകുന്ന ഹൈക്കിംഗ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. കുറേ സ്റ്റെപ്പ് കയറിയിട്ട് ഞാൻ അതിന് ട്രൈ ചെയ്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ സംഭവം കണ്ടു, പക്ഷേ അത് ഞാൻ ട്രൈ ചെയ്തില്ല. ഇത് ഡാമിൻ്റെ ഏരിയയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാമിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഒരു ഏരിയയിൽ ഞങ്ങളുടെ ടെൻറ്റൊക്കെ അടിച്ചു. അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ എന്തായാലും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുബൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അതെല്ലാം കഴിച്ച് ഞങ്ങൾ ചുറ്റുപാടൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ
ഫാമിലീസ് ഈ പച്ചപ്പുള്ള ഏരിയയിലൊക്കെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വൈകുന്നേരമായി, നല്ല ക്ലൈമറ്റാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഈ മലകളുടെ ഇടയിൽ കൂടെയുള്ള നമ്മുടെ സ്കൈയും ഗ്രീനറിയും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ഒരു 5 മണി 5:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ആ ഏരിയ ഫുള്ള് വണ്ടികളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ ടെൻറ്റ് പോലെ കാണുന്നത് ഇത് ക്യാമ്പിങ് ടെൻറ്റ് അടിക്കാനുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അടുത്ത് ടോയ്ലറ്റ്സും സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ മോസ്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും രാവിലെ നേരത്തെ വരണം. നേരത്തെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടെൻറ്റ് അടിക്കാം. പിന്നെ അതല്ലാതെ ഇതിൻ്റെ വേറൊരു ഏരിയയാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നാലാണ് തോന്നുന്നത് ഡാമിൻ്റെ ഏരിയ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡാം കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡാം കാണാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഡാം കാണാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡാം ഏകദേശം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഡാമിൻ്റെയും ബാക്ക് സൈഡിലായിട്ടാണ് ഹൈക്കിങ്ങിൻ്റെ ഏരിയ ഉള്ളത്. ഒരുപാട് കയറാനുണ്ട്, കുറേ ആളുകൾ കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനത് ട്രൈ ചെയ്തില്ല, എക്സ്പീരിയൻസ് ഇല്ല. മല കയറിയിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകണം. പക്ഷേ കുറേ പേര് കാണാൻ പോകുന്നുണ്ട്. ഡാമെല്ലാം നമുക്ക് കുട്ടികളായിട്ടൊക്കെ പോകാനൊക്കെ കറക്റ്റ് ഗ്രില്ല് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നല്ല സേഫ്റ്റിയാണ്. നമുക്ക് ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ നിന്നിട്ടേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കൈവരിയുടെ മുകളിൽ കൂടെ ഒന്നും കാര്യമായിട്ട് കാണാൻ പറ്റില്ല. ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് കാണാൻ പറ്റുള്ളൂ. അതൊക്കെ നല്ല സേഫ്റ്റിയാണ്. അത്യാവശ്യം നല്ല വലിയ ഡാമാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങൾക്ക് ഇപ്രാവശ്യം വരെ ഞങ്ങൾക്ക് ഗ്രില്ലിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നില്ല. ഫുഡ് ഓൾറെഡി ഞങ്ങൾ കൊടുന്നു. ഏകദേശം വൈകുന്നേരമായി. ഇവിടെയൊക്കെ ഫുള്ളായിട്ടുണ്ട്. താഴെയൊക്കെ ഫുള്ളായി, മുകളിലൊക്കെ ഫുള്ളായി. 2 സെക്ഷനിലായിട്ട് ടോയ്ലറ്റ്സും സൗകര്യങ്ങളുണ്ട്, നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം ചെറിയ കുഞ്ഞു കടകളുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ പാലും മുട്ടയും ബ്രെഡും പറഞ്ഞ ചായ എല്ലാം കിട്ടും ഇവിടെ. മീനടക്കമുണ്ട്, പച്ചമീനടക്കം ഈ സ്ത്രീ ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു, സ്വീറ്റ് കോൺസ്. പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പിന്നെ ഇതില്ലേ, എന്താ പറയുക, വിറക് എല്ലാം കിട്ടും ഇവിടെ. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുട്ടികൾക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പായ നമുക്ക് കിടക്കാനുള്ള പായ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുന്നാൽ മതി. അപ്പോൾ ഇതാണ് വാദി അൽ ഷൗക്ക. പിന്നെ വീഡിയോസ് കാണുന്നവർ, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഇനിയും എൻ്റെ വീഡിയോസ് കാണുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതിപ്പോൾ രാത്രി കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് വന്ന കാരണം തന്നെ ഏകദേശം രാത്രിയായപ്പോൾ നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല, വന്ന് കണ്ടു പോകാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ വന്നു കണ്ടു. ഏരിയ ഭയങ്കര ഇഷ്ടമായി, നല്ല ഏരിയയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് വരിക, എൻജോയ് ചെയ്യുക.